ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം മത്തായി 13:44. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗരാജ്യം മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതാണ്. ദൈവരാജ്യമെന്ന് മറ്റുള്ള സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ദൈവരാജ്യം ഒരു ശാശ്വത മണ്ഡലമാണ്. ദൈവം പരമാധികാരിയായി യേശുക്രിസ്തു എന്നേക്കും ഭരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ ദൈവരാജ്യത്തെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ എന്ന് റോമർ 14:17 പറയുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്നിടത്തെല്ലാം ദൈവരാജ്യമുണ്ട്. പാപിയായ ഒരു മനുഷ്യൻ ദൈവഹിതം പൂർണ്ണമായി ചെയ്യുവാൻ കഴിയുകയില്ല. മർക്കോസ് 1:15 യേശു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. യേശു വന്നത് എല്ലാവർക്കും സ്വർഗരാജ്യം ലഭ്യമാക്കാനാണ്. ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശു. തന്നിൽ വിശ്വസിക്കുന്ന ഏവരുടെയും പാപം യേശു നീക്കിക്കളയുന്നു. യേശു ദൈവരാജ്യത്തെ മറഞ്ഞിരിക്കുന്ന നിധിയോടാണ് ഉപമിച്ചത്. ദൈവരാജ്യം നിധിയാണ്. സൃഷ്ടാവായ ദൈവവുമായുള്ള സ്നേഹബന്ധത്തിന് തുല്യമായി മറ്റൊന്നുമില്ല. ചുരുക്കത്തിൽ ലോകത്തിൽ മറ്റെന്തിനേക്കാളും വിലയേറിയതാണ് ദൈവരാജ്യം. വയലിൽ ഒളിച്ചുവച്ച നിധി മനസ്സിലാക്കിയ മനുഷ്യൻ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെ വിറ്റ് ആ വയൽ വാങ്ങിയതായി യേശു ക്രിസ്തുവിൽ കൂടി നമ്മെ വെളിപ്പെടുത്തുന്നു. മറ്റൊന്നും ദൈവത്തോളം വലുതല്ല എന്ന് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. നിത്യരാജാവായ യേശു നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന പുതിയ ജീവിതവുമായി യാതൊന്നും താരതമ്യപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഭൂമിയിലുള്ള സകലവും നഷ്ടപ്പെട്ടാലും സ്വർഗരാജ്യം നേടുന്നത് സന്തോഷകരമായ അവസ്ഥയാണ്. മത്തായി 6:21 പറയുന്നു, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കുന്നു. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത എല്ലാവരും ഭരിക്കുവാൻ ഇടയാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കും.